വിഷമിച്ച അച്ഛൻ എന്തായാലും വിക്കിയെ വിളിച്ചിട്ട് എന്താ നടന്നതെന്ന് എന്തായാലും അന്വേഷിക്കും. അങ്ങനെ എങ്ങാനും സംഭവിച്ച വിക്കി എന്തായിരിക്കും പറയാ? രണ്ട് കുടുംബങ്ങളുടെ ഇടയില് വെറുതെ വഴക്കുണ്ടാവുമല്ലോ ഏട്ടത്തി. മനസ്സിലാവുന്നുണ്ട് ആരതി. പക്ഷേ ആ കാര്യം അങ്ങനെ തന്നെയൊന്നും വിടാൻ പറ്റില്ലല്ലോ. മുത്തശ്ശി ചെറിയമ്മയോട് സംസാരിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞവർ മനസ്സിലാക്കും. ഈ കാര്യം അത്ര വലുതല്ലെന്നാ തോന്നുന്നേ. പക്ഷെ വിക്കിച്ചേട്ടൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ള കാര്യം നീ അങ്ങ് മറന്നേക്ക്. അതെങ്ങനെ മറക്കാൻ പറ്റും ഏട്ടത്തി? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ? ശരിക്കും എനിക്കും വിക്കിക്കും ഇടയിൽ എന്താ നടന്നേന്ന് നിങ്ങൾക്ക് അറിയില്ല ഏട്ടത്തി. നിങ്ങളുടെ ഇടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിനക്കറിയില്ല, അത്ര തന്നെ. അവന്റെ മനസ്സിൽ സ്നേഹം ഇല്ലാന്ന് നീ ഒരു നിമിഷം പോലും ചിന്തിക്കരുത് ആരതി. അവന് നിന്റെ അടുത്ത് സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ നീ ഉപവാസം എടുക്കുമെന്നറിഞ്ഞ് അവന് ഉപവാസം എടുക്കുമായിരുന്നോ? എന്താ ഈ പറയുന്നത് ഏട്ടത്തി? വിക്കി ഉപവാസത്തിലായിരുന്നോ? സത്യമായിട്ടും? അതവന് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൻ വരുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗ്ലാസ് പാല് പോലും കുടിച്ചിട്ടില്ല. അവന്റെ ദേഷ്യവും വാശി എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളുടെ സ്നേഹത്തിന് മുൻപിൽ ഒന്നുമല്ല. ഇത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് ഏട്ടത്തി. പക്ഷെ വിക്കി എന്നോടിപ്പോ പണ്ടത്തെ പോലെ അല്ല പെരുമാറുന്നത്. ഇനി അങ്ങനെയൊന്നും ആവാൻ പറ്റില്ലെന്ന് തുറന്ന് പറയുകയും ചെയ്തു. അതൊക്കെ ദേഷ്യത്തിൽ വരുന്ന വാക്കുകളാരതേ. ശരിക്കുള്ള സ്നേഹം എത്ര ദൂരത്താണെങ്കിലും അതൊരിക്കലും കുറയില്ല. അഥവാ അതിന്റെ പേരിൽ നിന്നെ വിട്ടുകളയുന്നുള്ളതും അവന്റെ ഉദ്ദേശവും അവനത് ഇഷ്ടവും അല്ല. അവൻ ഒരിക്കലും അതിൽ സീരിയസും ആവില്ല. പക്ഷെ അവൻ നിന്റെ കാര്യത്തെ മാത്രം ഭയങ്കര സീരിയസും സിൻസിയറും ആണ് ആരതി. അവനവന്റെ ലൈഫിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രം. ഒരുപക്ഷെ ലൈഫ് ലോങ് നിന്നെ ഒരു ഭ്രാന്തനെ പോലെ സ്നേഹിക്കും. ഭ്രാന്തമായ സ്നേഹത്തിൽ എല്ലാം കുറച്ച് കൂടുതലായിരിക്കില്ലായിരുന്നേ. പക്ഷെ അതൊന്നും അതിന്റെ കുറവല്ല. അതാണ് അതിന്റെ പ്ലസ് പോയിന്റ്. നിനക്കെതിരെ അവൻ എങ്ങനെ പെരുമാറുന്നു ഓർത്ത് നീ ടെൻഷൻ ആവണ്ട. കണ്ണടച്ച് അവന് ശ്രദ്ധിക്കാൻ നോക്ക്. അവൻ ഇപ്പോഴും നിന്നെ പുറകെ നടന്ന് സ്നേഹിച്ച വിക്കി തന്നെയാ. അവൻ ഇപ്പോഴും നിന്നെ പഴയതുപോലെ സ്നേഹിക്കുന്നുണ്ടായിരുന്നേ, ഒട്ടും തന്നെ കുറവില്ലാതെ. അപ്പൊ നടന്നത് സ്വപ്നമാണോ? കള്ളച്ചെറുക്കൻ എന്റെ അടുത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാ പോയത്? ഇവനങ്ങനെ റൊമാൻസ് ഒക്കെ അറിയോ? എന്ന് വെച്ചാ പാകിസ്ഥാൻ നന്നാവുന്നാണോ അർത്ഥം? അയ്യോ, കൺഫ്യൂഷൻ ആയല്ലോ. ചേച്ചി എന്തിനാ കരയുന്നേ? പ്ലീസ് ചേച്ചി, എന്തിനാ കരയുന്നെന്തെങ്കിലും പറ. പ്ലീസ്. തമ്മിലുള്ള പ്രശ്നമാണ്.
പേരൻസ് ആയ നമ്മള് ഈ കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല, ശരിയല്ലേ? അമ്മ നല്ല വിഷമത്തില്ല ചേച്ചി. ആരതി ചേച്ചി ഇങ്ങോട്ട് വെറുതെ വന്നതല്ല, അവള് വീട് വിട്ടിട്ട് വന്നതാ. അമ്മയ്ക്കും ആ കാര്യം മനസ്സിലായി. ഇനിയിപ്പോ ഈ കാര്യം അച്ഛനും മനസ്സിലാവും. വേദാന്ത്, ഇതൊക്കെ നന്നായിട്ടുണ്ടല്ലോ. അതെ സിദ്ധാർത്ഥ്, ആദ്യക്കും വിക്രാന്തിനും ഇത് തന്നെ ഗിഫ്റ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആ, വിക്കിക്ക് എന്തായാലും ഇത് ഇഷ്ടവും. ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഓണത്തിന് ഞാൻ പുതിയ കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. വാവ്, ദാറ്റ്സ് ഗുഡ്. ആദിക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാൾ പുറത്തു പോകുന്നതാ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പവർഫുൾ ഫീച്ചേഴ്സ് ഉള്ള ഒരു കാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നോ? ആ, ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കാർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇപ്പൊ തന്നെ നോക്കാം, വരൂ. മാർക്കറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇത്രയും സ്റ്റണ്ണിങ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉള്ളത് ആൻഡ് മോർ ഓവർ ഇതില് പെട്രോൾ, ഡീസൽ, ടർബോ വേരിയന്റ് കൂടിയുണ്ട്. സോ ഈസിലി ഇതിൽ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നി. നമുക്കത് ഇന്റീരിയർ ചെക്ക് ചെയ്താലോ? ഷുവർ, വരൂ. ഇലക്ട്രിക് സൺറൂഫ് ഫീച്ചർ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഏത് നേരം ഇതിൽ തലയിട്ട് നോക്കുന്ന തോന്നുന്നത്. ട്രൂ. Interiors are really classic, Siddharth. Let's go for a spin. വാ നോക്കാം. എല്ലാ സമയത്തും ബ്ലൂടൂത്ത് ആയിട്ട് ഓട്ടോമാറ്റിക് കണക്ട് ആയിരിക്കും. Oh, ഈ കാർ മുഴുവൻ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് വേദം. that's really nice, Siddharth. This is not just a car, Siddharth. It's a complete package. അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് തന്നെ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ കാര്യം അച്ഛനും മനസ്സിലാവും. അച്ഛന് നല്ല ദേഷ്യം വരും ചേച്ചി. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പേ സംഭവിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുമെന്നാ തോന്നുന്നത്. ചേച്ചി നല്ല വിഷമത്തില, പാവല്ലേ. നീ ഒന്നും ആലോചിക്കണ്ട ദീദി, സമാധാനായിട്ടിരിക്കുന്നു. പറ്റുന്നില്ലടി, നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അമ്മ ഇതൊന്നും സഹിക്കില്ല. സ്വന്തം മകളല്ലേ വീട് വിട്ട് വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് അത് താങ്ങാനുള്ള ശക്തിയൊന്നും ഉണ്ടാവില്ല. ചേച്ചി എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് ഈ കാര്യം ആദ്യമേ പറയാത്തെ? ഛേ, പറഞ്ഞായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നു. ചേച്ചി ഇതേ പേടി കൊണ്ടാവും പറയാത്തത്. സുഹാസിനി ആന്റി ഈ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളും ഈ വിഷയം അറിയില്ലായിരുന്നു. ചേച്ചിയും പറയില്ലായിരുന്നു. അമ്മ മാനസികമായി വളരെ വിഷമിക്കുന്നുണ്ടാവും ചേച്ചി. അതുമല്ല, അച്ഛൻ ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ ആവുന്ന. പേടിക്കുന്നതൊന്നിനും പരിഹാരമല്ലല്ലോ അതിഥി. കാര്യം ഈ ഒരു ലെവലിലേക്ക് എത്തിയെങ്കിൽ ഒരു ദിവസം കൊണ്ടത് പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ല. വരാനുള്ളത് എന്തായാലും വരൂന്ന് ചിന്തിക്കാമെന്ന് മാത്രമേ എനിക്കിപ്പോ അമ്മയോട് പറയാൻ പറ്റുള്ളൂ. അമ്മയാണെങ്കിൽ എല്ലാത്തിനും ഉപരി ഇത് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളോട് എന്ത് ചോദിക്കും, നമ്മൾ അവരോട് എന്ത് പറയണം എന്നൊക്കെ ആയിരിക്കും അമ്മ ആലോചിച്ച് കൂട്ടുന്നുണ്ടാവുക. ശരി, ഞാൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ.
ബ്രദർ 1 മിനിറ്റ്. ആ? നീ പോയത് ആരതിക്ക് ഒരുപാട് സന്തോഷമായല്ലേ? ആ അതെ. പക്ഷെ എനിക്ക് സന്തോഷമായില്ല. എന്താ? ഏയ് നിന്റെ കാര്യമല്ല, ഞാൻ പോകുമ്പോ എന്തൊക്കെയോ പ്ലാൻ ചെയ്താ പോയത്, പക്ഷെ അട്ടർ ഫ്ലോപ്പായി പോയി. നീ എന്താ പ്ലാൻ ചെയ്തു പോയേ? ഞങ്ങളുടെ കാര്യത്തില് അധികം ഇന്റർഫിയർ ആവണ്ടെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ല ആദ്യ. പ്ലാൻ ചെയ്തത് നിന്റെ കാര്യത്തിലല്ലടാ, പിന്നെ അമ്മൂനെയും വേദാന്ത് ചേട്ടനെയും പറ്റി. അവരെ പറ്റി നീ എന്ത് പ്ലാനാ ചെയ്തേ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ പോലെ വേദാന്ത് ചേട്ടനും അമ്മുവും കൂടി ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നാ എന്റെ സംശയം. അത് കണ്ടുപിടിക്കാൻ ഞാനൊരു പ്ലാൻ ഉണ്ടാക്കി. അവളെ കൊണ്ട് എനിക്ക് പകരം ഉപവാസം എടുപ്പിച്ചാൽ ചേട്ടൻ അവൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വരുമെന്നായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ. പക്ഷെ ചേട്ടനാണെങ്കിൽ അവള് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആരതി എടുക്കുന്ന സമയത്താ വന്നത്. അനിയത്തി ഷോക്സ്, ചേട്ടൻ റോക്സ് എന്ന പോലെയായി. ആണോ? ആദ്യ എന്റെ കൂടെ വാ. എവിടേക്കാ? ഞാൻ പറയാന്നേ, വാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചേട്ടൻ ആർതിയുടെ സമയത്തല്ല വന്നേ. അവൻ ആദ്യം തന്നെ ബാൽക്കണി ചാടിയാ വന്നേ. ഇപ്പൊ മനസ്സിലാവണം എങ്ങനെയാ വന്നേ. വേദാന്ത് മേനോൻ ബാൽക്കണി ചാടി വന്നോന്നോ? ഓ, ഞാൻ ശരിക്കും കേട്ടല്ലോ അല്ലേ? അത് തന്നെ, ആ പറഞ്ഞ ഗ്രേറ്റ് വേദാന്ത് മേനോൻ ബാൽക്കണി ചാടിയാ വന്നേ. നിന്റെ സംശയം ശരിയായിരുന്നു. എന്നുവെച്ചാ നീ പറഞ്ഞതുപോലെ ആർക്കും അറിയാതെ ചേട്ടൻ അമ്മോന് ഭക്ഷണം കൊടുത്തു എന്നാണോ? ആബ്സല്യൂട്ട്ലി ആദ്യ. ഫുള്ള് ഭക്ഷണം കഴിപ്പിച്ചോ ഇല്ലയോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ചടങ്ങിന് വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ചേട്ടൻ വാരി കൊടുത്തിട്ടുണ്ടാവും. സത്യാണോ ഇത്? 100% ആദ്യ. എന്നുവെച്ചാ അവർ രണ്ടുപേരും ലവ് ചെയ്യാൻ തുടങ്ങിയെന്നാണോ? അമ്മേ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കമ്മേ. അമ്മയ്ക്ക് ഇത് എന്ത് മാത്രം വിഷമമുണ്ടാക്കി കാണുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ആരതി, എനിക്ക് സങ്കടം വന്നെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ നീ നിന്റെ ഭർത്താവിന്റെ അടുത്ത് വഴക്കിട്ട് വീട്ടിലേക്ക് വന്നതിനല്ല മോളെ. കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് സ്വാഭാവികമാ. പക്ഷേ ആ പ്രശ്നമൊക്കെ എന്റെ അടുത്തുനിന്ന് മറച്ചു വെച്ചല്ലോ എന്നോർത്തപ്പോ എനിക്കാകെ വിഷമായി. അമ്മയുടെ മകളുടെ ഇടയിൽ ഇത്രയും അകലം വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം സഹിക്കാനാവില്ല. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വിചാരിക്കല്ലേ അമ്മ. പ്രശ്നം വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ പ്രശ്നം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് അമ്മേ ഞാനിത് അമ്മയോടും വീട്ടിലൊന്നും പറയാതിരുന്നത്.